ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഇ ബുക്കിൻ്റെ ക്യാമ്പയിൻ്റെ റിസൾട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് അതിൻ്റെ ഡൗൺലോഡ്സ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതെന്ന് ഒക്കെ നമുക്ക്, അതായത് 4 ഡൗൺലോഡ്സ് ആയിരുന്നു വന്നിരുന്നത്. 4 ഡൗൺലോഡ്സ് ഫോം ഫില്ല് ചെയ്ത് ആ ഒരു ഇ ബുക്ക് ഡൗൺലോഡ് ചെയ്തിരുന്നു. സോ അതിന് വന്നിരിക്കുന്ന റീച്ച്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, എത്ര എമൗണ്ട് സ്പെൻഡ് ആയിട്ടുണ്ട്, അതിൻ്റെ ഇംപ്രഷൻസ്, ലിങ്ക് ക്ലിക്ക്, ഇതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടുത്തെ CTR എന്ന് പറയുന്നത് 0.71% ആണ് വന്നേക്കുന്നത്. അതായത് അത്ര ഒരു പെർഫോമൻസ് ആണ് വന്നേക്കുന്നത്. അതായത് ക്ലിക്ക് ഇംപ്രഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. അതായത് അപ്പോൾ എന്താണ്, അവിടെ ക്രിയേറ്റീവിൽ അല്ലെങ്കിൽ പോസ്റ്റേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്ന്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ പ്രൈമറി ടെസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേഞ്ച് കൊണ്ടുവന്നതിന് ശേഷം വേണം ഇവിടെ നമ്മൾ ആഡ് റൺ ചെയ്യിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ക്ലിക്കും ഇംപ്രഷനും നമ്മൾ മാക്സിമം എന്തോ വേണം ഇതിനകത്തൂടെ നമുക്ക് കൂട്ടിയെടുക്കണം. സോ ഒന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ആഡ് നന്നായിട്ട് പെർഫോം ചെയ്യത്തുള്ളൂ. കോൾ ടു ആക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല ഹുക്കായിട്ടുള്ള ഹുക്ക് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ നമുക്ക് എന്താ CTR മാക്സിമം ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് പറയാനായിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് അവരുടെ പെയിൻ പോയിൻറ്റ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡൗൺലോഡ്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് CTR ഇമ്പ്രൂവ് ചെയ്യും. അതിൽ ത്രൂ നമുക്ക് നല്ലൊരു ഡൗൺലോഡ്സ് കിട്ടുവാനൊക്കെ സാധ്യതയുണ്ട്. സോ അങ്ങനെ വേണം. അപ്പം ഇതാണ് ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോളം ഉണ്ട്. കോളം കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് കോളത്തിനകത്ത് ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് റീജിയനാണ്, ബിസിനസ് ലൊക്കേഷന്, ഏത് ഏജിലോട്ടുള്ള ആളുകളിലേക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്ലാറ്റ്ഫോം ഏതാണ്, ഡെമോഗ്രാഫി, എല്ലാം നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഡേറ്റാസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് അങ്ങനെയും ആഡിൻ്റെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ആഡിനെ പറ്റി പഠിക്കുന്നതും. അതിനുശേഷം പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് എങ്ങനെയാണ് ക്യാമ്പയിൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ഇനിയും നമുക്ക് എന്താണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് ലുക്ക് ലൈക്ക് ഓഡിയൻസ്, അല്ലെങ്കിൽ പിക്സൽ യൂസ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഈ ഒരു സെയിം ക്യാമ്പയിൻ തന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അതായത് ഇവിടെ ഇപ്പം ക്ലിക്ക് ത്രൂ റേറ്റ് ഇനിയും കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റേഴ്സിൻ്റെ അതിൻ്റെ പ്രൈമറി ടെസ്റ്റും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും എല്ലാം നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. കോൾ ടു ആക്ഷൻ മാറ്റി ചേഞ്ച് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യാം. സോ അങ്ങനെ പല രീതിയിൽ നമുക്കിവിടെ എന്താണ് ഈ ഒരു ക്യാമ്പയിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫയലിലേക്ക് അല്ലെങ്കിൽ ഒരു എക്സൽ ഫയലിലേക്ക്, ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് നമ്മളെന്താ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ശേഷം നമുക്കെന്താ നല്ല റിസൾട്ടിലേക്ക് നമുക്കിവിടെ എത്തിക്കാനും സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഒരു ക്യാമ്പയിൻസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. സോ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് സ്റ്റഡി ചെയ്യുക, ഡേറ്റ നന്നായിട്ട് പഠിക്കുക. സോ അതിനുശേഷം എന്താണ് അടുത്ത ക്യാമ്പയിനിലേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും.